വിദ്യാർത്ഥികളെ ബയോ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +2 സുവോളജിയിലെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ DNA സ്ട്രക്ചറാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള അനേകം സെല്ലുകൾ, കോടാനുകോടി സെല്ലുകളിൽപ്പെട്ട ഒരു സെല്ല് ആണ് ഈ കാണുന്നത്. ഈ സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്താണ് ഈ കാണുന്ന സ്ട്രക്ചർ. ഇതിൻ്റെ പേരാണ് ക്രോമസോം. ഓക്കെ, ഒരാളുടെ സെല്ലിൻ്റെ അകത്ത് ഇതുപോലെ 46 ക്രോമസോംസ് ഉണ്ടാവും. ഈ ക്രോമസോമിലാണ് നമ്മൾ ഈ കാണുന്ന DNA കാണപ്പെടുന്നത്. ദിസ് ഈസ് ദ DNA. ഈ DNA ആണ് നമ്മുടെ ഓരോ സ്വഭാവങ്ങളെയും നിയന്ത്രിച്ച് നമുക്ക് നമ്മുടേതായ ക്യാരക്ടേഴ്സ് തരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, ഇതാണ് ഒരു മനുഷ്യൻ്റെ DNA എന്ന് വിളിക്കുന്ന സ്ട്രക്ചർ. ഈ DNA ഘടനയാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഈ DNA ഈസ് മേഡപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്. ഒരുപാട് ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ് ഓരോ DNAയും. സോ DNAയിൽ എന്തുണ്ട്? അനേകം ന്യൂക്ലിയോടൈഡുകളുണ്ട്. സോ ഇവിടെ ഈ കാണുന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇതൊരു ന്യൂക്ലിയോടൈഡാണ്. ഇത് രണ്ടാമത്തെ ഒരു ന്യൂക്ലിയോടൈഡാണ്. ഇത് വേറൊരു ന്യൂക്ലിയോടൈഡാണ്. ഇങ്ങനെ ധാരാളം ന്യൂക്ലിയോടൈഡുകൾ ഒരു DNAയിൽ നമുക്ക് കാണാൻ പറ്റും. സോ DNA ഈസ് മേഡപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ചേർന്നതാണെന്ത്? ഓരോ DNAയും. ഓക്കെ, നമ്മൾ ഇനി ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ആദ്യം വിശദീകരിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ന്യൂക്ലിയോടൈഡിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുള്ളത്. ഒന്ന് ഷുഗറാണ്, 2 നൈട്രജൻ ബേസുകളാണ്, 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. ഈ 3 ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മളെന്ത് വിളിക്കും? ന്യൂക്ലിയോടൈഡ് എന്ന് നമ്മൾ വിളിക്കും. ഇങ്ങനത്തെ അനേകം ന്യൂക്ലിയോടൈഡുകൾ ചേർന്നതാണെന്ത്? ഈ കാണുന്ന നമ്മുടെ DNA എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ യു സി ഹിയർ ഒരു ന്യൂക്ലിയോടൈഡ് മാത്രമായിട്ട് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് പെൻറ്റോസ് ഷുഗർ. 5 കാർബൺ ഉള്ളൊരു ഷുഗറാണിത്. ഒരു ന്യൂക്ലിയോടൈഡിലെ രണ്ടാമത്തെ ഭാഗമാണെന്ത്? നൈട്രോജീനസ് ബേസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നൈട്രോജീനസ് ബേസ്. മൂന്നാമത്തെ ഭാഗമാണ് ഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്ന ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇങ്ങനത്തെ അനേകം ന്യൂക്ലിയോടൈഡുകൾ ചേർന്നതാണ് ഈ DNA എന്ന് വിളിക്കുന്നത്. സോ ന്യൂക്ലിയോടൈഡിനെ പറ്റി നമുക്ക് ചില കാര്യങ്ങൾ കൂടി പഠിക്കാം. ഒരു ന്യൂക്ലിയോടൈഡിലെ ഒന്നാമത്തെ ഒരു ഭാഗമാണല്ലോ പെൻറ്റോസ് ഷുഗർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ പെൻറ്റോസ് ഷുഗർ നോക്ക്. ഈ പെൻറ്റോസ് ഷുഗറുകൾ 2 വിഭാഗമുണ്ട്. പെൻറ്റോസ് ഷുഗറുകൾ എന്തുണ്ട്? 2 ടൈപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഈ പെൻറ്റോസ് ഷുഗറിലെ ഒന്നാമത്തെ ടൈപ്പാണിത്, ഈ റൈബോസ് എന്ന് വിളിക്കുന്ന ഷുഗർ. രണ്ടാമത്തതാണ് ഡിയോക്സി റൈബോസ് ഷുഗർ. So there are 2 types of sugar, ribose and deoxyribose sugar. ഓക്കെ, ഈ ഡിയോക്സി റൈബോസ് ഷുഗറും റൈബോസ് ഷുഗറും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 OH ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഒരു OH ഉള്ളൂ. ഇവിടെ ഒരു ഓക്സിജൻ കുറവുണ്ട്, ഒരു ഓക്സിജൻ നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് വിളിക്കുന്നത്. ഇവിടെ 2 OH പ്രസൻ്റ് ആണല്ലോ. സോ വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് ഷുഗർ ഇൻ DNA ഓർ RNA? റൈബോസ് ഷുഗറും ഡിയോക്സി റൈബോസ് ഷുഗറാണ്. ഇതിൽപ്പെട്ട ഡിയോക്സി റൈബോസ് ഷുഗറാണ് DNAയിൽ കാണപ്പെടുന്നത്. എന്നാൽ റൈബോസ് ഷുഗറാണ് RNAയിൽ കാണപ്പെടുന്നത്. RNA എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. DNA എന്ന് പറഞ്ഞാൽ എന്താ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ there are 2 types of sugars in the DNA and RNA. Okay, and next one is ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് മക്കളെ നൈട്രോജീനസ് ബേസുകൾ. ഈ നൈട്രോജീനസ് ബേസുകളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. നൈട്രോജീനസ് ബേസുകൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാണ് പ്യൂരിൻ, രണ്ടാമത്തതാണ് പിരമിഡിൻ. പ്യൂരിൻ, പിരമിഡിൻ എന്നീ 2 വിഭാഗം നൈട്രജൻ ബേസുകളുണ്ട്. പ്യൂരിൻ വിഭാഗത്തിൽ വരുന്ന നൈട്രജൻ ബേസുകൾ ഏതെല്ലാം? ഒന്ന് അഡിനിനും മറ്റൊന്ന് ഗ്വാനിനുമാണ് അല്ലേ? പേജ് എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. P സ്റ്റാൻഡ്സ് ഫോർ പ്യൂരിൻ,
എ ഫോർ അഡിനിൻ ആൻഡ് ജി ഫോർ ഗ്വാനിൻ. രണ്ടാമത്തെ വിഭാഗം നൈട്രജൻ ബേസുകളാണ് പിരമിഡിനുകളാണ്. അതിൽ വരുന്നതാണ് സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമിൻ. സോ ദർ ആർ 2 types ഓഫ് നൈട്രജൻ ബേസസ്, പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻ. ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് ഒരു ന്യൂക്ലിയോടൈഡിലെ 2 ഭാഗം നമ്മൾ പഠിച്ചല്ലോ. ഇനി 3 ന്യൂക്ലിയോടൈഡിൻ്റെ ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽ അല്ല ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു നൈട്രോജിനസ് ബേസ് അല്ലേ ഒന്നാമത്തത്, അതിന് ഇവിടെ കൊടുത്തിരിക്കുന്നത് അഡിനിനാണ്. രണ്ടാമത്തത് പെൻറ്റോ ഷുഗർ ആണ് രണ്ടാമത്തെ ഭാഗം. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇതാണ് നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇങ്ങനെ 3 ഭാഗങ്ങൾ ചേർന്ന് ഈ ഒരു സ്ട്രക്ചറിനെ നമുക്കിന്ന് വിളിക്കാം ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് നമ്മൾക്ക് വിളിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ന്യൂക്ലിയോടൈഡ് കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ നോക്ക്, ഇവിടെ നോക്കൂ, ഇവിടെ നോക്ക്, 1 2 3 ന്യൂക്ലിയോടൈഡുകൾ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ന്യൂക്ലിയോടൈഡിൻ്റെ എന്തായി, ചെയിൻ ആയി മാറിക്കഴിഞ്ഞു. സോ ദിസ് ഈസ് എ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇത് നമ്മൾ എന്ത് വിളിക്കാം പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. എന്താ വിളിക്കുക? പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്നാണ് വിളിക്കുക. സോ ദിസ് കണ്ടെയ്ൻ മെനി ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ നോക്കൂ, ഇതിലെന്താ കാണുന്നത്? ഇതൊരു DNA ആണ്. ഈ DNAയിൽ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ട്. ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ് ഈ കാണുന്നത്. രണ്ടാമത്തെ പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് അവർ DNA. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ എന്ത് പറയാം? DNA ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ്, ഇതൊരു ന്യൂക്ലിയോടൈഡ്, ഇത് മറ്റൊരു ന്യൂക്ലിയോടൈഡ്, ഇത് മൂന്നാമത്തത്, ഇത് 4. ഓക്കെ, ഇങ്ങനെ പോകുന്നു. മറുഭാഗത്തും എന്തുണ്ട്? പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളുണ്ട്. സോ അവർ DNA ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ്. ഓക്കെ, ഇനി ഇതാണ് ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതൊരു DNA ആണല്ലോ. ഇത് കുറച്ചുകൂടി വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഭാഗത്തു കൂടി പോകുന്ന ഒരു DNA ആണിത് ഈ കാണുന്നത്. സോറി, അതുപോലെ ഇവിടെ വേറെ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ അഡിനിൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കൂ, ഓപ്പോസിറ്റ് തൈമിനാണ് വരിക. ഇവിടെ തൈമിനാണെങ്കിൽ ഇവിടെ എന്താ വരിക? അഡിനിൻ വരും. സോ ഒരു DNAയുടെ ഒരു ഭാഗത്തെ നൈട്രജൻ ബേസുകൾ മറ്റേ രണ്ടാമത്തെ ഭാഗത്തുള്ള ന്യൂക്ലിയോടൈഡ് ചെയിനിലെ നൈട്രജൻ ബേസുകളുമായിട്ട് പെയറിങ് കാണാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ എപ്പോഴും അഡിനിൻ എപ്പോഴും മറുവശത്തുള്ള തൈമിനുമായിട്ട് ഒരു ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. അഡിനിൻ തൈമിനുമായിട്ട് ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഗ്വാനിൻ എന്ത് ചെയ്യും? സൈറ്റോസിനുമായിട്ട് എന്ത് ചെയ്യുക? ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, സൈറ്റോസിൻ ഗ്വാനിൻ, ഇവിടെ കാണുന്നു ഗ്വാനിൻ സൈറ്റോസിൻ, തൈമിൻ അഡിനിൻ. ഈ ഒരു നിയമത്തെ വിളിക്കുന്ന പേരാണ് എർവിൻ ചർഗാഫ് റൂൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അഡിനിൻ ബൈൻഡ് വിത്ത് തൈമിൻ ആൻഡ് ഗ്വാനിൻ ബൈൻഡ് വിത്ത് സൈറ്റോസിൻ. ഇങ്ങനെ അഡിനിനും തൈമിനും അതുപോലെ ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ പെയർ ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ DNA-യുടെ ഒരു സ്ട്രാൻഡിലെ നൈട്രജൻ ബേസുകൾ നമുക്കറിയുമെങ്കിൽ രണ്ടാമത്തെ സ്ട്രാൻഡ് നമുക്ക് എന്ത് ചെയ്യുക? പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അഡിനിനാണെങ്കിൽ ഓപ്പോസിറ്റ് എന്താ വരിക? തൈമിനാണ് വരിക. ഇവിടെ ഗ്വാനിനാണ് എന്ത് ചെയ്യും? സൈറ്റോസിൻ വരും. അഡിനിനാണെങ്കിൽ വീണ്ടും തൈമിൻ വരും. സൈറ്റോസിനാണെങ്കിൽ ഗ്വാനിൻ വരുമല്ലോ. ഇങ്ങനെ ഇവ പരസ്പരം എന്താണ്? പാരലലാണ്. അല്ലെങ്കിൽ ഇവ പരസ്പരം പാരലൽ കോംപ്ലിമെൻ്ററി ഈച്ച് അതറാണ് നമ്മൾ പറയുക. സോ ഈ DNA-യുടെ ഈ നേച്ചർ നമ്മൾ എന്താ വിളിക്കുക? DNA-യുടെ 1 സ്ട്രാൻഡ് ഈസ് കോംപ്ലിമെൻ്ററി ടു അതർ സ്ട്രാൻഡ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, സോ അടുത്ത പോയിന്റ്, 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത്. 1953 DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്നാണ് വിളിക്കുക. ഇതാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഇവരാണ് DNA-യുടെ ഒരു ഫൈനൽ സ്ട്രക്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഇവർ DNA-യുടെ സ്ട്രക്ചറിന് കൊടുത്ത പേരാണെന്ത്? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. എന്നാൽ ഈ ഒരു സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇവരെ സഹായിച്ചിട്ടുള്ളത് വേറെ 2 സയൻറ്റിസ്റ്റുകളാണ്. അതാണ് മൗറീസ് വിൽക്കിൻസ് ആൻഡ് റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ.
അവരുടെ ഈ രണ്ട് സയൻറ്റിസ്റ്റുകൾ ആര്, മൗറിസ് വിൽക്കിനും റോസാലിൻ ഫ്രാങ്ക്ലിനും, ഈ രണ്ടുപേരും DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജുകൾ ഡെവലപ്പ് ചെയ്തു. ആ ഇമേജുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ വിശദീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇവർ പറയുന്ന പോയിന്റുകൾ ഒന്നെന്താണ്, അക്കോർഡിംഗ് ടു ദിസ് മോഡൽ DNA കൺസിസ്റ്റ് ഓഫ് 2 കോയിൽഡ് ചെയിൻ ഓഫ് ന്യൂക്ലിയോടൈഡ്. ഇതുപോലുള്ള ഇതെന്താണ്, ഒരു ന്യൂക്ലിയോടൈഡുകളുടെ കോയിൽഡ് ചെയിനാണ്. ഇത് രണ്ടാമത്തെ ഒരു ചെയിനാണ്. ഇങ്ങനത്തെ 2 ചെയിനുകൾ കൊണ്ടാണ് DNA നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇതിനൊരു സ്പൈറലി ട്വിസ്റ്റഡ് ലാഡർ, ഇങ്ങനെ പിരിയൻ ഗോവണിയുടെ ആകൃതിയാണ് ഉള്ളത്. ഇതൊരു കോണിയായിട്ടാണ് ഇവർ കമ്പയർ ചെയ്തത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ദ 2 സൈഡ് ഓഫ് ദ ലാഡർ. ഈ കോണിയുടെ 2 വശങ്ങളുണ്ടല്ലോ, ഒരു കോണി ഉണ്ടാകുമ്പോൾ വേണം അതിന് 2 സൈഡ് ഉണ്ടാവില്ല, ഇങ്ങനെ അല്ലേ കോണി ഫിറ്റ് ചെയ്ത് സ്റ്റെപ്പ് ഫിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് 2 സൈഡ്സ് ഓഫ് ലാഡർ ഈസ് ഫോംഡ് ഓഫ് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ. ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്, ഷുഗർ ഫോസ്ഫേറ്റ് കൊണ്ടുള്ള ഒരു ബാക്ക് ബോൺ കൊണ്ടാണ് ഇതിൻ്റെ 2 വശങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് ദ സ്റ്റെപ്സ്, ഈ കോണിയുടെ സ്റ്റെപ്സ് ആർ മേഡപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടഡ് നൈട്രജൻ ബേസസ്. ഈ അഡിനിൻ തൈമിൻ ഉൾപ്പെടെയുള്ള നൈട്രജൻ ബേസുകളെ കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്കും അവരുടെ തിയറിയിൽ പറയുന്നത്, ഇവരുടെ ഡബിൾ ഹെലിക്കൽ മോഡലിൽ പറയാനുള്ളത് ആൻറ്റി പാരലൽ നേച്ചർ ഓഫ് DNA എന്ന് വിളിക്കുന്ന ആശയമാണ്. ഓക്കെ, എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ DNAയിൽ ഒരുപാട് എന്തുണ്ട്, ഷുഗറുകൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അതായത് ഇതൊരു ഷുഗറാണ്. DNAയിലെ ഷുഗറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെൻറ്റോസ് ഷുഗർ എന്നാണ് വിളിക്കുക. കാരണം അതിൽ 5 കാർബണുകൾ ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു കാർബൺ ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്, 5ാമത്തെ ഇവിടെ ഉണ്ടാവും. സോ ദിസ് ഈസ് കോൾഡ് പെൻറ്റോസ് ഷുഗർ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ഈ ഒരു DNAയുടെ ഇതൊരു DNA ആണല്ലോ. ഈ DNA ഒന്നാമത്തെ ഷുഗർ ഇവിടെ കാണാം. അപ്പോൾ ഇത് 5th കാർബൺ ഇവിടെ ഉണ്ടല്ലോ, രണ്ടാമത്തെ ഷുഗറിന് 5th കാർബൺ ഇവിടെ ഉണ്ടല്ലോ, മൂന്നാമത്തേൻ്റെ 5th കാർബൺ ഇവിടെ ഉണ്ടല്ലോ, നാലാമത്തേൻ്റെ 5th കാർബൺ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി എന്തില്ല, DNA ഇല്ല, ഇതൊരു എൻഡാണ്. അപ്പോൾ ഈ അറ്റത്തെ നമ്മൾ എന്താ വിളിക്കുക, 5' എൻഡ് എന്നാണ് വിളിക്കുക. ഇനി ഈ ഷുഗറിൻ്റെ നേരത്തെ നമ്മൾ വരച്ചല്ലോ, ഇവിടെ അല്ല 3rd കാർബൺ വരുന്നത്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ ഒരു 3rd കാർബൺ ഉണ്ട്, ഇവിടെ ഒരു 3rd കാർബൺ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷേ ഈ മുകളിലുള്ള ആൾക്കാരുടെയൊക്കെ 3rd കാർബൺ തൊട്ടു താഴെയുള്ള ഫോസ്ഫേറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ അറ്റത്തുള്ള 3rd കാർബണോ DNAയുടെ എൻഡ് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ അവസാനിക്കാതെ. അതുകൊണ്ട് ഈ അറ്റത്തെ നമ്മളെന്ത് വിളിക്കും, ഈ എൻഡിനെ നമ്മളെന്ത് വിളിക്കും, 3' എൻഡ് എന്ന് വിളിക്കും. അതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്ത് നോക്കുകയാണെങ്കിലോ, ഇവിടെ നോക്ക് ഈ ഷുഗറിൻ്റെ നേരെ ഓപ്പോസിറ്റ് തല കീഴായിട്ടാണ് ഇവിടുത്തെ ഷുഗർ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ അറ്റത്ത് 3rd കാർബണും ഫ്രീ ആയി കിടക്കുകയാണ്. ഈ അറ്റത്ത് 3' എൻഡ് എന്നും ഇവിടെ നമ്മൾ 5' എൻഡ് എന്നും നമ്മൾ വിളിക്കും. ഇങ്ങനെ ഒരു DNAയുടെ 2 സ്ട്രാൻഡുകൾ, എങ്ങനെ, ഇതൊരു സ്ട്രാൻഡാണ്, ഇത് അടുത്ത സ്ട്രാൻഡാണ്. ഇതിൻ്റെ ഇവിടെ 5' ആണെങ്കിൽ ഇവിടെ 5' ആണെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക, 3' എൻഡ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവിടെ 3' ആണെങ്കിലോ ഇവിടെ 5' ആയിരിക്കും. അതായത് ഇത് ആൻറ്റി പാരലൽ നേച്ചറാണ്. പാരലായിട്ടുള്ള ആൻറ്റി പാരലായിട്ടാണ് കാണപ്പെടുന്നത്. സോ ഒരു DNAയുടെ ഒരു സ്ട്രാൻഡ് 5' 3' ആണെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് എപ്പോഴും എന്തായിരിക്കും, 3' 5' ആയിരിക്കും. ഈ ഒരു ആശയത്തെ നമുക്ക് എന്ത് വിളിക്കാം, ആൻറ്റി പാരലൽ നേച്ചർ ഓഫ് DNA എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് പാക്കേജിങ് ഓഫ് DNA. പാക്കേജിങ് ഓഫ് DNA എന്ന് പറഞ്ഞാൽ ഒരു DNA എങ്ങനെയാണ് നമ്മുടെ സെൽസിൻ്റെ അകത്ത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത്, നമുക്കറിയാം DNA എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തിയാണ്. ഒരുപാട് മില്യൺ കണക്കിന് നൈട്രജൻ ബേസുകൾ, ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട് DNAയിൽ. അപ്പോൾ ഇത്രയും വലിയ DNA എങ്ങനെയാണ് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നമുക്ക് പാക്ക് ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ DNA പ്രത്യേകത എന്താ അറിയോ, DNAയുടെ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ DNA നെഗറ്റീവ് ചാർജുള്ള ആളാണ്. DNA ചാർജ് എന്താ, നെഗറ്റീവാണ്. എന്നാൽ നമ്മുടെ സെല്ലിൻ്റെ അകത്ത് ചില പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീനുകളുണ്ട്. എന്താ പറഞ്ഞത്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടോമർ എന്നാണ് വിളിക്കുക. ഈ ഹിസ്റ്റോൺ ഒക്ടോമറിന് 8 ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്, ഹിസ്റ്റോൺ ഒക്ടോമർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ വേറൊരു ഡയഗ്രാം ഇവിടെ ഉണ്ട്.
താഴെ കൊടുത്തിട്ടുണ്ട്, 8 യൂണിറ്റ് കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഹിസ്റ്റോൺ ഒക്ടോമറാണ് ഈ കാണുന്നത്. ഈ ഹിസ്റ്റോൺ ഒക്ടോമറിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ DNA ആണ് ഈ കാണുന്നത്, നമ്മുടെ DNA ആണ്. ഈ നെഗറ്റീവ് ചാർജുള്ള DNA എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോണിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ എങ്ങനെയാണ് DNA പാക്ക് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? നമ്മുടെ സെല്ലിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോൺ പ്രോട്ടീനുകളുണ്ട്. ആൻഡ് ദ DNA ഈസ് നെഗറ്റീവ് ചാർജാണ്. ഈ നെഗറ്റീവ് ചാർജുള്ള DNA ഈ പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോണിൻ്റെ മുകളിൽ റാപ്പ് ചെയ്തിരിക്കുകയാണ്, ചുറ്റി വരഞ്ഞു കെട്ടി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ രൂപത്തിലാണ് DNA നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? പാക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു DNAയും അതിനെ ചുറ്റിയിട്ടുള്ള ഹിസ്റ്റോൺ പ്രോട്ടീൻ, അതിൻ്റെ ഉള്ളിലുള്ള ഹിസ്റ്റോൺ പ്രോട്ടീനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് ന്യൂക്ലിയോസോം എന്നാണ് നമ്മൾ വിളിക്കുക. സോ ദ DNA ആൻഡ് ഹിസ്റ്റോൺ ഒക്ടോമർ ടുഗദർ കോൾഡ് ന്യൂക്ലിയോസോം. അതിവിടെ കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞ മോഡൽ പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ്. ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് ന്യൂക്ലിയോസോം. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ന്യൂക്ലിയോസോം എന്നാണ് നമ്മൾ വിളിക്കുക. ഈ ന്യൂക്ലിയോസോമിൽ എന്തെല്ലാം? DNA, ഹിസ്റ്റോൺ ഒക്ടോമറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിച്ചിരിക്കണം. എക്സാമിന് പലപ്പോഴായിട്ട് വന്നൊരു ടോപ്പിക്കാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതെന്താണ്? ഇതൊരു ഹിസ്റ്റോണാണ്. ഇതൊരു ന്യൂക്ലിയോസോമാണ്. ഇത് രണ്ടാമത്തെ ന്യൂക്ലിയോസോമാണ്. ഇത് മൂന്നാമത്തെ ന്യൂക്ലിയോസോമാണ്. ഇത് 4, 5, 6 ഇങ്ങനെ പോകുന്നുണ്ട്. സോ ഓൾ ദീസ് ആർ ന്യൂക്ലിയോസോംസ്. ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയോസോമുകൾ ചേർന്ന ലോങ് ചെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്രോമാറ്റിൻ. എന്താ വിളിക്കുക? ക്രോമാറ്റിൻ. സോ വാട്ട് ഈസ് ദ ക്രോമാറ്റിൻ? ഇറ്റ് ഈസ് എ ലോങ് ചെയിൻ ഓഫ് ന്യൂക്ലിയോസോംസ്. ന്യൂക്ലിയോസോമുകളുടെ വലിയ ചെയിനിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്രോമാറ്റിൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ക്രോമാറ്റിനിൽ തന്നെ നിങ്ങൾ നോക്കൂ, ചില ഭാഗങ്ങൾ എന്താണ്? ഡെൻസ്ലി പാക്ക്ഡ് ആണ്, വളരെ ടൈറ്റായി പാക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില ഭാഗങ്ങൾ നിങ്ങൾ നോക്കൂ, ഇവിടെ വളരെ ലൂസ്ലി പാക്ക്ഡ് ആണ്. സോ ഇങ്ങനെ ഡെൻസായി പാക്ക് ചെയ്തിരിക്കുന്ന ക്രോമാറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹെറ്ററോ ക്രോമാറ്റിൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഡെൻസായി പാക്ക് ചെയ്തിരിക്കുന്ന ക്രോമാറ്റിൻ എന്താ വിളിക്കുക? ഹെറ്ററോ ക്രോമാറ്റിൻ എന്ന് വിളിക്കും. പലപ്പോഴും എക്സാമിന് ചോദിച്ചതാണ് യു ക്രോമാറ്റിനും ഹെറ്ററോ ക്രോമാറ്റിനും തമ്മിലുള്ള വ്യത്യാസം. ഡെൻസ്ലി പാക്ക്ഡ് ക്രോമാറ്റിൻ ഈസ് കോൾഡ് ഹെറ്ററോ ക്രോമാറ്റിൻ. എന്നാൽ ലൂസ്ലി പാക്ക്ഡ് ക്രോമാറ്റിൻ, ഇതുപോലുള്ള ക്രോമാറ്റിൻ വിച്ച് ആർ ലൂസ്ലി പാക്ക്ഡ് ആർ കോൾഡ് യു ക്രോമാറ്റിൻ. നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്? ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായി കാണാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഹെറ്ററോ ക്രോമാറ്റിൻ ഡാർക്ക് കളറിലും യു ക്രോമാറ്റിൻ ലൈറ്റ് കളറിലുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ യു ക്രോമാറ്റിനാണ് ആക്റ്റീവായ ക്രോമാറ്റിൻ. ട്രാൻസ്ക്രിപ്ഷനിൽ ആക്റ്റീവായ ക്രോമാറ്റിൻ ഏതാണ്? യു ക്രോമാറ്റിനാണ്. എന്നാൽ ഇനാക്റ്റീവായ ക്രോമാറ്റിനാണെന്ത്? ഹെറ്ററോ ക്രോമാറ്റിൻ. ഇതിന് ഫങ്ഷൻസ് ഒന്നുമില്ല, ഇവ ആക്റ്റീവ് അല്ല, ഇവർ ട്രാൻസ്ക്രിപ്ഷനിലൊന്നും പങ്കെടുക്കുന്നില്ല താനും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഇത്രയും ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രയാസമുള്ളതായിട്ട് ചാപ്റ്ററായിട്ട് കുട്ടികളൊക്കെ ഫേസ് ചെയ്യാറുള്ളത്. അതിനെ വളരെ ലളിതമാക്കി നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ഒരു ശ്രമത്തിൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.